കേരള ജനസഭയല്ല അതിനെ എതിർക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരുപറ്റം ആളുകൾ, അവർ നേതാക്കന്മാർ, ചില ഘടകകക്ഷികൾ, അവരെല്ലാം എതിരാണ്. എന്ന് പറഞ്ഞാൽ LDF തന്നെ ഒരു ഏകീകൃതമായ രൂപത്തിലുള്ള അഭിപ്രായമില്ല. കേരള ജനസഭ ടോട്ടലായി എതിർക്കുകയാണ്. നമ്മൾക്ക് കേരളത്തെ മദ്യവിമുക്തമാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന സഭാ മേലധ്യക്ഷന്മാർ പരിപൂർണമായി അതിനെ എതിർക്കുകയാണ്. ഇത്രയും എതിർപ്പ് വന്നിട്ടും ഇത് നടത്തണം എന്ന് വളരെ വാശി പിടിക്കത്തക്ക വിധത്തിൽ എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഈ ഗവൺമെൻറ്റിനുള്ളത്? ഈ ഗവൺമെൻറ്റിന് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവരൊക്കെ പറയുന്ന അനുസരിച്ചൊക്കെ വിട്ടുകളഞ്ഞാൽ പോരെ. അത് വിട്ടുകളയുന്നതിന് പകരം ആരെന്ത് പറഞ്ഞാലും ശരി ഞങ്ങളിത് നടപ്പാക്കും എന്നൊരു വാശി പിടിക്കേണ്ട കാര്യം എന്താ? ആ വാശിയല്ലേ ഇപ്പം നടക്കുന്നത്? അങ്ങനെ വാശിയാണെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിജിഡായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന് ജനങ്ങളോട് പറയണ്ടേ? അത് പറയുന്നുമില്ല. അപ്പോൾ ബ്രൂവറി കാര്യത്തിനകത്ത് ഇവർക്കുള്ള അഗ്ലി ഹേസ്റ്റിനെസ്സിൻ്റെ കാര്യം ജനങ്ങൾക്ക് ഒത്തിരി സംശയത്തോടു കൂടി കാണുകയാണ്. ആ സംശയങ്ങളാണ് ഇതിനകത്തെ ഏറ്റവും പ്രബലമായ കാര്യം. ഇന്നലെയൊക്കെ വിവിധ സഭകളൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രതിപക്ഷ സമരമായി ഈ സഭകളുമായി ചേർന്നൊരു പ്രതിഷേധത്തിലേക്ക് പോകും. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്, സഭയുടേതായ നിലപാടാണ്. യോജിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരേ പോയിന്റ് തന്നെയാണ്. അതേത് തലത്തിൽ യോജിക്കും, ഏത് തലത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. സഭയ്ക്ക് വളരെ റെസ്പെക്റ്റബിളായിട്ടുള്ള സഭകളാണ്. ആ സഭകൾക്ക് അതിൻ്റേതായ കാഴ്ചപ്പാടുണ്ട്, നേരത്തെ മുതലേ ഉണ്ട്. മാത്രമല്ല അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മദ്യ ലഭ്യത വളരെ കുറയുണ്ടായി. ബാർ തന്നെ എണ്ണം കുറഞ്ഞു. ആ ബാറിൻ്റെ എണ്ണം തന്നെ 29 തീർത്തു മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ വന്നപ്പോൾ 1000 ചെല്ലുവാൻ 1200 വരികയാണ്. 1200 വർദ്ധിച്ചപ്പോഴാണ് സഭകളെല്ലാം വളരെ ശക്തിയോടുകൂടി ഇതിനെതിരെ പ്രതികരിക്കുന്നത്. പിന്നെ ബ്രൂവറിയും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അത് ഞങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നു. അതോടൊപ്പം സഭയുടേതായ രൂപത്തിലുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ ശക്തിയോടുകൂടി അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബഹുജന അഭിപ്രായമോ സഭയുടെ അഭിപ്രായമോ ഈ ഗവൺമെൻറ് പുല്ലുവില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരം.